ഇനി നമുക്ക് മാങ്ങാച്ചാറിടുന്ന വീഡിയോ ഉണ്ടല്ലോ. ഇത് അധികം പഴുക്കാത്ത മാങ്ങ വെച്ചിട്ടാണ് ഈ അച്ചാറിടുന്നത്. വീട്ടിലൊരുപാട് വിളഞ്ഞ മാങ്ങ ഉണ്ടോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൻറ്റിയാണ് പറഞ്ഞത് എങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് വരെ ഉലുവ പൊട്ടിക്കും. ഉലുവ പൊട്ടിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ശർക്കര, ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയും ഇട്ട്, പിന്നെ പഴുത്ത മാങ്ങയാണെങ്കിൽ, നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ വെള്ളം ചേർക്കണ്ട, അധികം പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുകയാണെങ്കിൽ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് അങ്ങനെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇതൊരു എരിവും ഒരു പുളിപ്പും മധുരവും കൂടെ ഒക്കെ ചേർന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.